بسم الله الرحمن الرحيم. الحمد لله رب العالمين، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم عليه وعلى اله واصحابه اجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. أستغفر الله الذي لا إله إلا هو الحي القيوم ونتوب إليه. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد، സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഹുദൈബിയ സന്ധി വരെയാണ് നമ്മൾ വിശദീകരിച്ചത്. ഹുദൈബിയ സന്ധി ഒറ്റനോട്ടത്തിൽ ആദ്യത്തെ ചിന്തയിൽ പലർക്കും മുസ്ലിമീങ്ങൾക്കുണ്ടായ ഒരു ക്ഷീണമാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് വലിയ വിജയമായിരുന്നു. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ ഫത്ഹ് എന്ന് വിശേഷിപ്പിച്ചത്. ഖുർആനിൽ അല്ലാഹു പറയുകയുണ്ടായി, ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. നബിയെ, താങ്കൾക്ക് നാം വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, വൽ മുറാദു ബിൽ ഫത്ഹി ഫി ഹാദിഹിൽ ആയ ഹുവ സുൽഹുൽ ഹുദൈബിയ. ഫത്ഹ് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചതിന്റെ അർത്ഥം ഇവിടെ ഹുദൈബിയ സന്ധിയാണ്. ഫഇന്നഹു ഹസല ബിസബബിഹി ഖൈറുൻ ജസീൽ. ഹുദൈബിയ സന്ധി കൊണ്ട് വലിയ ഖൈറാണ് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ട് വലിയ നന്മകളാണ് ലഭിച്ചിട്ടുള്ളത്. വആമന അന്നാസ് വജ്തമഅ ബഅദുഹും ബിബഅദ്. ഈ സന്ധി കൊണ്ട് എന്ത് സംഭവിച്ചു? ആളുകൾക്ക് നിർഭയത്വമുണ്ടായി. ഭയപ്പാടിന്റെ, ഭീതിയുടെ, യുദ്ധത്തിന്റെ അന്തരീക്ഷം അത് മാറുകയുണ്ടായി. വതകല്ലമ വജ്തമഅ ബഅദുഹും ബിബഅദ്. അതുപോലെ ആളുകൾ പരസ്പരം കൂടിച്ചേരാനും സംസാരിക്കാനുമൊക്കെ ആരംഭിച്ചു. വതകല്ലമൽ മുഅ്മിനു മഅൽ കാഫിർ. മുഅ്മിനിന് കാഫിറിനോട് സംസാരിക്കാൻ അവസരമുണ്ടായി. വന്തശറൽ ഇൽമുൻ നാഫിഉ വൽ ഈമാൻ. അങ്ങനെ ഉപകാരപ്രദമായ വിജ്ഞാനവും ഈമാനുമെല്ലാം പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. അതിനു മുമ്പ് മുസ്ലിമീങ്ങൾക്ക് പലർക്കും കാഫിറുകളായ ആളുകളെ, വിശ്വാസികളല്ലാത്തവരെ കാണാൻ, അവരോട് തുറന്ന് സംസാരിക്കാനും അവസരമുണ്ടായിരുന്നില്ല. എന്നാൽ ഹുദൈബിയയുടെ സന്ധിയോടെ, സമാധാനത്തോടെ എന്ത് സംഭവിച്ചു? ആളുകൾക്ക് തുറന്ന രൂപത്തിൽ സംസാരിക്കാൻ അവസരമുണ്ടായി. ജനങ്ങളിൽ പലരും സത്യം അറിയാത്തവരാണ്. ജനങ്ങളിൽ ധാരാളം പേർ സത്യം കേട്ടാൽ, അറിഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണ്. പക്ഷെ കേൾക്കാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ട്, തെറ്റിദ്ധാരണകൾ കൊണ്ട് വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ അടുത്തറിയാനും മനസ്സിലാക്കാനും അങ്ങനെ വിശ്വസിക്കാനും ഒക്കെ ഹുദൈബിയ കൊണ്ട് അവസരമുണ്ടായി. എന്തുകൊണ്ടാണ്? ശാന്തമായ അന്തരീക്ഷം അത് മുഖേന, ഹുദൈബിയ മുഖേന ഉണ്ടായി. നോക്കൂ നിങ്ങൾ, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹം പറഞ്ഞു ഫത്ഹുൽ ബാരി, അൽ മുറാദു ബിൽ ഫത്ഹി ഹുനാ അൽ ഹുദൈബിയ. ഇവിടെ ഫത്ഹ് കൊണ്ട്, വിജയം കൊണ്ട് ഉദ്ദേശം ഹുദൈബിയ. لأنها كانت مبدأ الفتح المبين على المسلمين. കാരണം അത് മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച വ്യക്തമായ വിജയം, അഥവാ ഫത്ഹു മക്കക്ക് മുമ്പേ ഉള്ള അതിന്റെ ആമുഖമായിരുന്നു, തുടക്കമായിരുന്നു. لما ترتب على الصلح الذي وقع منه الأمن. കാരണം ഈ സുൽഹ് കൊണ്ട്, സന്ധി കൊണ്ട് എന്തുണ്ടായി? നിർഭയത്വമുണ്ടായി, യുദ്ധമില്ലാത്ത സമാധാനത്തിന്റെ അന്തരീക്ഷമുണ്ടായി. വറഫഉൽ ഹർബ്, യുദ്ധം അത് നിലച്ചു. വതമക്കുനു മൻ യഖ്ശ الدخول في الإسلام. ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പേടി ഉണ്ടായിരുന്ന പലർക്കും പേടിയില്ലാതെ വരാൻ അവസരമുണ്ടായി.
വൽ വുസൂല ഇലൽ മദീന, മദീനയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തവർക്ക് വരാനും പോകാനും ഒക്കെ തുറന്ന അവസരം ലഭിച്ചു. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിമീങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാൻ അബൂ സുഫിയാൻ വരെ നേരിട്ട് മദീനയിലേക്ക് വരുന്നുണ്ട്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ധാരാളം യുദ്ധങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കെതിരിൽ മുശ്രിക്കുകളുടെ നേതാവായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുൻപ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലതും സംസാരിക്കാൻ മദീനയിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ് അതെല്ലാം? യുദ്ധത്തിന്റെ അന്തരീക്ഷം നീങ്ങി എന്നതുകൊണ്ടാണ്. അത് കാരണത്താൽ പലർക്കും ഇസ്ലാമിലേക്ക് കടന്നു വരിക എളുപ്പമായി തീർന്നു. മദീനയിലേക്ക് വരിക പ്രയാസമില്ലാതായി തീർന്നു. അതുകൊണ്ടാണ് ഈ കാലയളവിൽ, ഈ സന്ധിക്ക് ശേഷം ഖുറൈശികളിലെ പ്രമുഖന്മാരായ, അവരിലെ തലവന്മാരായ, അവരുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന പലരും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പിൽക്കാലത്ത് ഈ സന്ധി കഴിഞ്ഞ് ഫത്ത് മക്ക സംഭവിക്കുന്നതിന് മുൻപ് മുസ്ലിമീങ്ങളായവരിൽ പ്രമുഖരാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ആരാണ് ഖാലിദ്? മുശ്രിക്കുകളുടെ യോദ്ധാവാണ്, യുദ്ധതന്ത്രജ്ഞനാണ്. അവരുടെ വളരെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ആസ് ആരാണ്? അതുപോലെ യുദ്ധത്തിൽ അത്രയും കഴിവുണ്ടായിരുന്ന, നേരത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടുത്ത ശത്രുത ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ. പക്ഷെ നോക്കൂ, ഈ രൂപത്തിൽ വമ്പിച്ച അവസരങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടി. ഈ കാലയളവിലാണ്, ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള കാലയളവിലാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളായ രാജാക്കന്മാർക്ക്, പേർഷ്യൻ, റോമൻ സാമ്രാജ്യങ്ങളുടെ ചക്രവർത്തികൾക്ക്, മറ്റുള്ള പല രാഷ്ട്രനായകന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചുകൊണ്ട്, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയത്. ഇതൊക്കെ ഏത് കാലയളവിലാണ്? ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള കാലയളവിലാണ്. ഈ രൂപത്തിൽ ഇസ്ലാമിന്റെ വിജ്ഞാനം വമ്പിച്ച രൂപത്തിൽ അത് പ്രചരിപ്പിക്കപ്പെടാൻ ഹുദൈബിയ കാരണമായി. ആ സന്ധി മുഖേന അത് സാധിച്ചു എന്നാൽ. അതുകൊണ്ടാണ് ഹുദൈബിയ അള്ളാഹു എന്ത് വിശേഷിപ്പിച്ചത്? എന്താണ് ഹുദൈബിയ അള്ളാഹു വിശേഷിപ്പിച്ചത്? ഫത്ഹ് എന്ന് വിശേഷിപ്പിച്ചത്. വിജയമാണ്, അത് തുറവിയാണ്. അടക്കപ്പെട്ട, കൊട്ടിയടക്കപ്പെട്ട ധാരാളം വാതിലുകൾ, ദഅവത്തിന് മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയായി. ഇസ്ലാമിന്റെ വലിയ വിജയത്തിന് മുന്നേ ഉള്ള തടസ്സങ്ങൾ നീങ്ങുകയുണ്ടായി. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. എന്താണ്? സമാധാനത്തിന്റെ അന്തരീക്ഷമുണ്ട് എങ്കിൽ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന വളരെ ശ്രേഷ്ഠമായ വമ്പിച്ച ഫലം ചെയ്യുന്ന കാര്യമാണ് ദഅവത്ത് എന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നത്, അള്ളാഹുവിന്റെ വഴിയിലേക്ക്, യഥാർത്ഥ മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് സതുപദേശം മുഖേന, നല്ല വാക്കുകൾ മുഖേന, ഉപകാരപ്രദമായ വിജ്ഞാനം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ക്ഷണിക്കുക എന്നത് ശ്രേഷ്ഠമായ അമലാണ്. ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച്, ഓരോരുത്തരും അവർക്ക് നൽകപ്പെട്ട അറിവിനനുസരിച്ച്, അവരുടെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അത് നിർവഹിക്കുക എന്നതാണ് ശ്രേഷ്ഠമായ ദഅവ എന്ന് പറയുന്നത്. അതിന്റെ ഫലം ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് കണ്ടില്ലെന്ന് വരാം. പക്ഷെ അതിന്റെ ഫലം ചിലപ്പോൾ അടുത്ത തലമുറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചേക്കും. അടുത്ത തലമുറ, അല്ലെങ്കിൽ അതിനടുത്ത തലമുറ ഇസ്ലാമിന്റെ, സുന്നത്തിന്റെ, സലഫി മൻഹജിന്റെ പതാകവാഹകരായി, അതിന്റെ ആളുകളായി മാറാൻ നീ ഇന്ന് ശ്രമിക്കുന്ന ഒരു പരിശ്രമം, ഒരു ചെറിയ പരിശ്രമം കാരണമായേക്കും. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയാണ് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ബറക്കത്ത് നൽകുന്നതാണ്. നോക്കൂ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹം ദിമഷ്കിലെ, ഡമസ്കസിലെ ജയിലറയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. എത്രമാത്രം പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ നോക്കൂ, അതിനുശേഷം പിന്നീട് വന്ന തലമുറകൾ, അവർക്കിടയിൽ ആരായിത്തീർന്നു ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ്. അതുപോലെ ധാരാളക്കണക്കിന് പണ്ഡിതന്മാരുണ്ട്. അവരുടെ ജീവിതകാലത്ത് അവർ അവരുടെ വില എന്താണെന്ന്
അവർ പ്രചരിപ്പിച്ച വിജ്ഞാനത്തിന്റെ മഹത്വം എന്താണെന്ന് പലരും മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ അതിനുശേഷം അവരുടെ മരണത്തിനു ശേഷം അള്ളാഹു അതിന് വലിയ പ്രചാരവും വലിയ ബറക്കത്തും നൽകുകയുണ്ടായി. അള്ളാഹുവിന്റെ ഹിക്മത്ത് എങ്ങനെയാണ്? പലപ്പോഴും അതായിരിക്കും പലർക്കും നല്ലത്. കാരണം പലപ്പോഴും ആളുകൾ വല്ലാതെ പിന്നിൽ കൂടിയാൽ, കുറെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് കണ്ടാൽ നമ്മെ പിശാച് പിടിക്കാൻ സാധ്യതയേറെയാണ്, മനസ്സു മാറാൻ സാധ്യതയേറെയുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷെ അവന്റെ റഹ്മത്ത് കൊണ്ടായിരിക്കും നമ്മുടെ വാക്ക് കേൾക്കുന്നവർ നമ്മുടെ കാലത്ത് കുറഞ്ഞ ആളുകളായി മാത്രം നിശ്ചയിച്ചത്. എന്നാൽ അത് കണ്ട് നിരാശപ്പെടരുത്. അള്ളാഹുവിന് വേണ്ടിയാണോ നീ സംസാരിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയാണോ പ്രചരിപ്പിക്കുന്നത്, നിരാശ വേണ്ടതില്ല. നീ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി പറഞ്ഞാൽ, പറയുന്നത് വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലായാൽ, അത് സത്യസന്ധമായാൽ അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൽ ശ്രേഷ്ഠമായ അമലാണ് ഹുദൈബിയ. അത് നോക്കൂ, വലിയ വിജയത്തിന്റെ മുന്നോടിയാണ്. അതുകൊണ്ട് തന്നെ സമാധാനം പൂർണ്ണമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിക ദഅവത്ത് അത് മുന്നോട്ട് നീക്കുക എന്നത് വലിയ വിജയത്തിലേക്കുള്ള കവാടമാണ്. വലിയ വിജയത്തിലേക്കുള്ള കവാടമാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നോക്കൂ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏറെ ഭയപ്പെടുന്ന കാര്യമാണ് ഇസ്ലാം ആളുകൾ അറിയുക, കേൾക്കുക എന്നത്. ഇസ്ലാം ആളുകൾ അറിയുകയും കേൾക്കുകയും ചെയ്യുക എന്നത് ആളുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഭയപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെ വഴിതെറ്റിക്കുന്ന രൂപത്തിൽ പലതും അവർ ചെയ്തു കൂട്ടും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ വഴി മാറിപ്പോകരുത്. നമ്മൾ കാലത്തിനനുസരിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ നടത്തുന്ന ആളുകളാകരുത്. നമ്മൾ ശുദ്ധമായ നമ്മുടെ ദഅവത്തിന്റെ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. നോക്കൂ, അതുകൊണ്ട് അല്ലാഹു ഫത്ഹ് എന്ന് ഹുദൈബിയ സന്ധി വിശേഷിപ്പിച്ചു. പക്ഷെ അതിനർത്ഥം എന്തല്ല, ഖുർആനിലും സുന്നത്തിലും എവിടെ ഫത്ഹ് വന്നാലും അത് ഹുദൈബിയാണ് എന്നതിനർത്ഥമില്ല. മറിച്ച് ഫത്ഹ് എന്നത് ഫത്ഹു മക്കയെ ഉദ്ദേശിച്ചും പറയാറുണ്ട്, മക്ക വിജയത്തെ ഉദ്ദേശിച്ചും പറയാറുണ്ട്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. ഫത്ഹിന് ശേഷം ഇനി ഹിജ്റ ഇല്ല, അഥവാ മക്ക വിജയത്തിന് ശേഷം ഇനി മക്കയിലേക്ക് ഹിജ്റ ഇല്ല. കാരണം മക്ക ഇസ്ലാമിന്റെ പ്രദേശമായി, മക്കയിൽ നിന്ന് ഹിജ്റ ഇല്ല. മക്ക വിജയത്തിനു ശേഷം ഇനി മക്കയിൽ നിന്ന് ഹിജ്റ ഇല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നിരുന്നു. എന്നാൽ മക്ക ഇസ്ലാമിന്റെ നാടായി കഴിഞ്ഞാൽ ഇനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അവിടെ ഫത്ഹ് എന്ന് പറഞ്ഞാൽ ഹുദൈബിയാണോ അതല്ല ഫത്ഹു മക്കയാണോ? എന്തായിരിക്കും? ഫത്ഹു മക്ക, മക്ക വിജയം, യാതൊരു സംശയവുമില്ല. ഹുദൈബിയ സന്ധിക്ക് ശേഷം അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിലെ സുപ്രധാനമായ കരാറുകളിൽ ഒന്നായിരുന്നു മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമീങ്ങളായി മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചേക്കണം, അവരുടെ ആളുകളുടെ അനുവാദമില്ലാതെ അവരുടെ മദീനയിൽ നിർത്തിക്കൂടാ എന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ സന്ധിയിൽ അതിൽ സ്ത്രീകൾ ഉൾപ്പെടുമെന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ആ പറഞ്ഞതിൽ സ്ത്രീകൾ ഉൾപ്പെടും എന്ന് ആ സന്ധിയിൽ പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളായ സ്ത്രീകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, മുസ്ലിമീങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്നിരുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുംതഹനയിലെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അവതരിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹ്നുഹുൻ അല്ലാഹു അഅലമു ബിഈമാനിഹിൻ. ഓ മുഅ്മിനുകളായ പുരുഷ സ്ത്രീകൾ അവർ ഹിജ്റ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ അവരുടെ ഈമാൻ പരിശോധിക്കുക. അല്ലാഹു അഅലമു ബിഈമാനിഹിൻ, അല്ലാഹുവാണ് അവരുടെ ഈമാൻ യഥാർത്ഥത്തിൽ അറിയുക. എന്നാൽ നിങ്ങൾ അവരോട് അവരുടെ ഈമാൻ മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ടാണത്? കാരണം ചില ആളുകൾ ചിലപ്പോൾ അവരുടെ ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ടോ മറ്റോ ദുനിയാവിന്റെ വല്ല താല്പര്യങ്ങളുടെയും പേരിൽ, എന്നാൽ മറ്റൊരു കാരണം പറഞ്ഞ് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു വന്നേക്കാം. അങ്ങനെയാണോ അല്ലേ എന്നറിയാൻ നിങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. എന്താണ് അവരോട് ബൈഅത്ത് വാങ്ങേണ്ടത്,
അനുസരണ പ്രതിജ്ഞയിൽ എന്താണ് അവരോട് ചോദിക്കേണ്ടത്, എന്താണ് അവരിൽ നിന്ന് കരാർ വാങ്ങേണ്ടത് എന്ന് ഈ സൂറത്തിൽ തന്നെ, സൂറത്തുൽ മുംതഹനയിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. فإن علمتموهن مؤمنات, അവർ മുഅ്മിനത്തുകളായ സ്ത്രീകളാണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ فلا ترجعوهن إلى الكفار, നിങ്ങൾ അവരെ പിന്നെ കാഫറുകളായ ആളുകളുടെ അരികിലേക്ക് മടക്കി അയക്കരുത്. ലാ ഹുന്ന ഹില്ലു ലഹും വലാ ഹും യഹല്ലൂന ലഹുൻ, ആ സ്ത്രീകൾ ആ മുശ്രിക്കുകളായ പുരുഷന്മാർക്ക് അനുവദനീയമല്ല. മുശ്രിക്കുകളായ പുരുഷന്മാർ അവർക്കും അനുവദനീയമല്ല. വആതൂഹും മാ അൻഫഖു, ഈ സ്ത്രീകൾക്ക് ഭാര്യമാർക്ക് അവർ മഹറായി നൽകിയതെന്തോ അത് നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുക. വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹൂഹുന്ന ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുന്ന, അതിനുശേഷം ഈ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യുന്നതിന്, അവരുടെ മഹർ കൊടുത്തതിനു ശേഷം വിവാഹം ചെയ്യുന്നതിന് തടസ്സമില്ല. കാരണം അവർ അവരുടെ ആദ്യത്തെ ഭർത്താക്കന്മാരുമായി ബന്ധം മുറിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇതുപോലെ അള്ളാഹു പറഞ്ഞു വലാ തുംസികൂ ബിഅസമിൽ കവാഫിർ. കവാഫിർ എന്ന് പറഞ്ഞാൽ കാഫറുകളായ സ്ത്രീകൾ, അവരുമായുള്ള വിവാഹബന്ധം നിങ്ങളും പിടിച്ചുകൊണ്ടിരിക്കരുത്. മറിച്ച് അവരുമായുള്ള ബന്ധം അവരുടെ ശിർക്ക് കാരണത്താൽ ഒഴിവാകുന്നതാണ്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ നിയമം അള്ളാഹു അവതരിപ്പിച്ചിരുന്നില്ല. അഥവാ മുശ്രിക്കായ കാഫറായ ബിംബാരാധകനായ പുരുഷന്റെ ഭാര്യയായി മുസ്ലിമായ സ്ത്രീകൾ, മുസ്ലിമീങ്ങളായ മുസ്ലിമാത്തികളായ സ്ത്രീകൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഈ ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിൽ പലരും അതോടെ മുശ്രിക്കുകളായ അവരുടെ ഭാര്യമാരുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയുണ്ടായി. ഈ ആയത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അഥവാ ഹുദൈബിയയിലെ മുസ്ലിമീങ്ങളായി വന്നാൽ അവരെ തിരിച്ചയക്കണമെന്ന നിബന്ധനയിൽ ആര് ഉൾപ്പെടുകയില്ല? സ്ത്രീകൾ ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഉമ്മു കുൽസൂം ബിൻത് ഉഖ്ബ ഇബ്നു അബി മുഅയ്ത് എന്ന സ്ത്രീ, അവർ ഇസ്ലാം സ്വീകരിക്കുകയും മദീനയിലേക്ക് ഹിജ്റ വരികയും ചെയ്തു. അവർ മാത്രമല്ല, വേറെയും സ്ത്രീകൾ വന്നിട്ടുണ്ട്. എന്നാൽ അവരിൽ ആദ്യമായി വന്നത് ഉമ്മു കുൽസൂം ബിൻത് ഉഖ്ബ ഇബ്നു അബി മുഅയ്ത് ആയിരുന്നു എന്നാണ് ചരിത്രം. നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പെണ്ണ് യാത്ര പോകണമെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്നാണ് എന്ത് മഹ്റമായ ഒരു പുരുഷൻ കൂടെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يحل لامرأة تؤمن بالله واليوم الآخر أن تسافر إلا مع ذي محرم لها. ഒരു മുഅ്മിനത്തായ പെണ്ണിന് യാത്ര പോവുക പാടില്ല അവളുടെ കൂടെ മഹ്റമായ ഒരു പുരുഷൻ ഉണ്ടായിരിക്കുകയല്ലാതെ. യാത്ര പോവുക എന്ന് പറയില്ല, യാത്ര എന്ന് പറയാവുന്ന ദൂരമാണ്. യാത്ര എന്ന് പറയാവുന്ന ദൂരം പോകാൻ പാടില്ല. എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതും യാത്രയല്ല, നമുക്കറിയാം. യാത്രയെ അനുഭവപ്പെടുന്ന ദൂരമാണ് അവിടെ ഉദ്ദേശം. അങ്ങനെ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്തുകൂടാ. കൂടെ സ്ത്രീകൾ ഉണ്ടെങ്കിലും പോരാ, മറിച്ച് ആര് വേണം? പുരുഷന്മാർ. വിവാഹബന്ധം ഹറാമായ പുരുഷൻ വേണം, അല്ലെങ്കിൽ ഭർത്താവ് വേണം കൂടെ. വിവാഹബന്ധം ഹറാമായ പുരുഷന്മാർ കൂടെ വേണം. ഉപ്പയോ മകനോ സഹോദരനോ അങ്ങനെ, അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാകണം. എന്നാൽ ഈ നിയമം തന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി കുഫറിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രദേശത്തേക്ക് ഹിജ്റ പോകുന്ന ഒരു പെണ്ണിന് ബാധകമല്ല. അവൾക്കതിൽ ഇളവുണ്ട്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, കാരണം എന്തുകൊണ്ടാണത്? കാരണം ഒറ്റയ്ക്ക് ഒരു പെണ്ണ് യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് അത് അള്ളാഹു പാടില്ലെന്ന് നിശ്ചയിച്ചതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവളുടെ അഭിമാനം, അവളുടെ ശരീരം അത് സംരക്ഷിക്കുക എന്നത്. അത് മോശക്കാരായ ആളുകൾക്ക് ഉപദ്രവിക്കാനോ മറ്റോ സാധ്യതയുള്ള ഇടങ്ങളിൽ ആ രൂപത്തിൽ അവൾ യാത്ര ചെയ്യരുത് എന്ന്. എന്നാൽ ദീൻ എന്ന് പറയുന്നത്
ദീൻ എന്ന് പറയുന്നത് അത് ഫസാദായി പോവുക, അതിന് കുഴപ്പം ബാധിക്കുക. കുഫറിലേക്കോ ശിർക്കിലേക്കോ ഒരാൾ അകപ്പെട്ടു പോവുക എന്നത് അതിനേക്കാൾ വലിയ അപകടമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ദീനിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളിൽ ഒന്നാണ് രണ്ട് മഫ്സദത്തുകൾ, രണ്ട് കുഴപ്പങ്ങൾ, രണ്ട് പ്രശ്നങ്ങൾ മുന്നിൽ വന്നു. രണ്ടാലൊന്ന് നമുക്ക് ബാധിച്ചേ തീരൂ എന്ന് വന്നാൽ എന്തു ചെയ്യണം? അതിലേറ്റവും അപകടം കുറഞ്ഞതേതോ അത് സ്വീകരിക്കണം. രണ്ട് നന്മകൾ അതിലൊന്നേ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വന്നാൽ എന്തു വേണം? ഏറ്റവും വലിയ നന്മ ഏതോ അത് സ്വീകരിക്കണം. സുപ്രധാനമായ ദീനിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാണ്, ഉസൂലുൽ ഫിഖ്ഹിലെ പാഠങ്ങളിൽ ഒന്നാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഒരു സ്ത്രീയുടെ ദീൻ ഫസാദായി പോകും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ, അവളെ ശിർക്കിലേക്കോ കുഫറിലേക്കോ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതാണ് വലിയ അപകടം. എന്നതുകൊണ്ട് അവൾക്ക് കൂടെ പോകാൻ ആരുമില്ല എങ്കിൽ കൂടി ഇസ്ലാമിന്റെ പ്രദേശത്തേക്ക് ഒറ്റക്ക് പോകാൻ അനുവാദമുണ്ട് എന്ന്. ദീൻ സംരക്ഷിക്കുക എന്നത് എത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ സ്വയം തന്റെ ദീൻ ഫസാദായി പോകാൻ ഏറെ സാധ്യതയുള്ള ശിർക്കിലേക്ക്, കുഫറിലേക്ക്, അവിശ്വാസത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക്, അല്ലെങ്കിൽ അതിന് കീഴെയുള്ള ഹറാമുകളിലേക്ക് താൻ ചാടിപ്പോകുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിലേക്ക് അങ്ങോട്ടൊരുത്തൻ പോവുക, സുബ്ഹാനല്ലാഹ്, അത് എത്ര വലിയ അപകടമായിരിക്കും, എത്ര വലിയ തെറ്റായിരിക്കും, അത് എത്ര വലിയ അപായത്തിലേക്കാണ് അങ്ങനെയുള്ള ആളുകൾ സ്വയം ചാടിപ്പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അത്യാവശ്യമുണ്ട് എങ്കിലല്ലാതെ, ഒഴിവാക്കാൻ പാടില്ലാത്ത അത്യാവശ്യമുണ്ട് എങ്കിലല്ലാതെ അതുപോലുള്ള ഇടങ്ങളിൽ പോകാതിരിക്കുക. കാരണം തിന്മയിൽ അകപ്പെടാതിരിക്കാനുള്ള വലിയ വഴികളിൽ ഒന്നാണ് എന്ത്? തിന്മയുടെ ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, യൂസുഫ് അലൈഹിസ്സലാം ആ സ്ത്രീ ഹറാമിലേക്ക്, വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ എന്താണ് ചെയ്തത്? വസ്തബഖൽ ബാബ്, വാതിൽ ലക്ഷ്യമാക്കി ഓടുകയാണ്. ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയാണ്. അവിടെ നിൽക്കുക എന്നത് അപകടമാണ്. അവിടെ നിന്നാൽ ഹറാമിൽ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ മനുഷ്യനും അവനവനെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. നമ്മെക്കുറിച്ച് പടപ്പുകളിൽ ആരെക്കാളും ആർക്കറിയാൻ? നമുക്കറിയാം. നിങ്ങളിൽ ആരെക്കാളും എന്നെ കുറിച്ച് എനിക്കറിയാം. നിങ്ങളെക്കുറിച്ച് മറ്റാരെക്കാളും നിങ്ങൾക്കറിയാം. എവിടെയാണ് എനിക്ക് പാളിപ്പോകാൻ സാധ്യതയുള്ളത്? ഏത് മേഖലയിലാണ് എനിക്ക് കാലിടറാൻ സാധ്യതയുള്ളത്? ഞാൻ തെറ്റുകളിൽ പെട്ടുപോവുക എവിടെയാണ്? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. പിശാച് ഓരോരുത്തരും ഓരോ വഴിയിലായിരിക്കും പിടിക്കുക. ചില ആളുകൾ അവർ സാമ്പത്തിക രംഗം വളരെ സൂക്ഷ്മമായി പാലിക്കുന്നവരായിരിക്കും. അതേസമയം ഈ രൂപത്തിലുള്ള വ്യഭിചാരം പോലെയുള്ള തിന്മകളുടെ കാര്യത്തിൽ പെട്ടെന്ന് വീടുപോകാൻ ഇടയുള്ളവരാണ് ഒരുപാട് ആളുകൾ. അങ്ങനെയാണ് മഹാന്മാരായ ഇമാമുമാർ, അവരിൽ ചിലർ പറഞ്ഞത് കാണാം, ഒരു കെട്ടിടം നിറയെ, ഒരു മുറി നിറയെ സ്വർണമോ വെള്ളിയോ എന്നെ ഏൽപ്പിച്ച് സൂക്ഷിക്കാൻ പറഞ്ഞാൽ എനിക്കത് എത്രയോ നിസ്സാരമാണ്, അതിൽ നിന്നൊരു നാണയം ഞാൻ എടുക്കുകയില്ല. പക്ഷെ കറുത്ത നിറമുള്ള ഒരു സ്ത്രീയെ ഒറ്റക്ക് എന്നെ ഏൽപ്പിച്ചു പോയാൽ ഞാൻ വഴിതെറ്റിപ്പോകുമെന്ന് ഞാൻ പേടിക്കുന്നു. മുൻഗാമികൾ ഇമാമുമാർ പറഞ്ഞിട്ടുള്ള വാക്കുകളിലൊന്നാണ്. ചില ആളുകൾ അങ്ങനെയാണ്, അധികം ആളുകളും അങ്ങനെയാണ്. പുരുഷന്മാർക്ക് വലിയ പരീക്ഷണമാണ്. വേറെ ചില ആളുകൾ അതുപോലുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായിരിക്കും. എന്നാൽ സാമ്പത്തിക രംഗം അത് വന്നാൽ അതിലാകെ പോക്കയും ഹറാം ഹലാലുകൾ ശ്രദ്ധിക്കാത്തവരായിരിക്കും. വേറെ ചിലർ വേറെ എന്തിനെങ്കിലുമായിരിക്കും. ഓരോരുത്തർക്കും അവനവനെ കുറിച്ച് യഥാർത്ഥത്തിൽ നന്നായി അറിയാം. ഓരോരുത്തർക്കും അവനവനെ കുറിച്ച് നന്നായി അറിയാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. എവിടെയാണ് ഞാൻ തിന്മയിൽ ചാടാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കുകയും ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. സലാമത്തിനോളം പോന്ന മറ്റൊന്നുമില്ല. തിന്മ ബാധിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ശ്രദ്ധിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ളതാണ് എന്ത്? അങ്ങോട്ടേക്ക് പോകാതിരിക്കുക, അതിൽ നിന്ന് സുരക്ഷിതനായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് സഹോദരങ്ങൾ നമ്മുടെ ബുദ്ധിയും സാമർഥ്യവും ഒക്കെ നമ്മൾ പ്രയോഗിക്കേണ്ടത്. ബുദ്ധിയും സാമർഥ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയവർ അതുപയോഗിച്ച് അള്ളാഹുവിനെ എങ്ങനെയാണ് സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എന്ന് ആലോചിക്കുകയും ആ രൂപത്തിൽ ജീവിത പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഉമ്മു കുൽസൂം ബിൻത് ഉഖ്ബ ബിൻ അബി മുഈദ് റളിയല്ലാഹു അൻഹ ഈ രൂപത്തിൽ
മദീനയിലേക്ക് വന്ന സഹാബി വനിതകളിൽ പ്രമുഖരായിരുന്നു. അങ്ങനെ സഹാബി വനിതകൾ വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ബൈഅത്ത് വാങ്ങും, അനുസരണ പ്രതിജ്ഞ വാങ്ങും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് നമുക്ക് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും സഹീഹുകളിൽ കാണാം. അവർ പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كان يمتحن من هاجر إليه من المؤمنات بهذه الآية بقول الله يا أيها النبي إذا جاءك المؤمنات يبايعنك. عائشة رضي الله عنها പറയുക رسول الله صلى الله عليه وسلم വിശ്വാസം സ്വീകരിച്ച് മുസ്ലിമീങ്ങളായി സ്ത്രീകൾ മദീനയിലേക്ക് വന്നാൽ അവരിൽ നിന്ന് നബി ബൈഅത്ത് അനുസരണ പ്രതിജ്ഞ വാങ്ങുമായിരുന്നു. ഈ ആയത്തിൽ സൂറത്തുൽ മുംതഹനയിലെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ വാചകങ്ങൾ മുഖേന അള്ളാഹു പങ്കുചേർക്കുകയില്ല, മോഷ്ടിക്കുകയില്ല, വ്യഭിചരിക്കുകയില്ല തുടങ്ങിയ കാര്യങ്ങൾ അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ വാങ്ങുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് ഫമൻ അഖറ ബിഹാദാ ശർത്ത് മിനൽ മുഅ്മിനാതി ഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ബായഅതുകി. ഈ രൂപത്തിൽ ഈ ആയത്തിൽ പറഞ്ഞ നിബന്ധനകളൊക്കെ ഏതെങ്കിലും പെണ്ണ് അംഗീകരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് പറയും ഖദ് ബായഅതുകി, ഞാൻ നിന്നോട് ബൈഅത്ത് ചെയ്തിരിക്കുന്നു, അനുസരണ പ്രതിജ്ഞ വാങ്ങിയിരിക്കുന്നു. എന്നാൽ കലാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് അനുസരണ പ്രതിജ്ഞ ബൈഅത്ത് ചെയ്യുമ്പോലെയല്ല സ്ത്രീകളോട്. പുരുഷന്മാരോട് കൈപിടിക്കുമായിരുന്നു, സ്ത്രീകളോട് കലാമൻ സംസാരിക്കുക മാത്രമാണ്. വലാ വല്ലാഹി അല്ലാഹു ആണ് മാ മസ്സത് യദുഹു യദ ഇംറഅത്തിൻ ഖത്തു ഫിൽ മുബായഅ. അനുസരണ പ്രതിജ്ഞ വാങ്ങുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരം ഒരൊറ്റ പെണ്ണിന്റെയും കരം സ്പർശിച്ചിട്ടില്ല. മാ യുബായിഉഹുന്ന ഇല്ലാ ബിഖൗലിഹി ഖദ് ബായഅതുക അലാ ദാലിക, ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ ബൈഅത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുക മാത്രമാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ മര്യാദയും നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകയും ഇസ്ലാമിലെ പ്രധാനപ്പെട്ട നിയമവുമാണ്. അന്യരായ സ്ത്രീകളെ സ്പർശിക്കുക പാടില്ല എന്നത്. വിവാഹബന്ധം ഹറാമായ സ്ത്രീകളെയോ അവനവന്റെ ഭാര്യയോ ഒഴികെ പുറത്തുള്ള സ്ത്രീകളെ സ്പർശിക്കുക എന്നത് പാടില്ലാത്തത്. അത് ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് കൈകൊണ്ടുള്ള വ്യഭിചാരമാണ്. അത് വലിയ വ്യഭിചാരത്തിലേക്കുള്ള പ്രാരംഭ നടപടികളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന്യായ ഒരു പെണ്ണിനെ നീ സ്പർശിക്കുക എന്നത് ഏതുപോലെയാണ്? നിന്റെ തലയിൽ ഇരുമ്പിന്റെ ആണി അടിച്ചു കയറ്റുന്നത് പോലെ. വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഇന്ന് നോക്കൂ, പുറത്തിറങ്ങിയാൽ പൊതു ഇടങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ആളുകളൊക്കെ കാണുന്ന ഇടങ്ങളിൽ പോലും അന്യരായ പുരുഷന്മാർ, പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളും, പുറത്തെ ഭാഷ എന്താണ്? അവർ കുട്ടികളാണ്. മൂത്ത് നരച്ചാലും കുട്ടികളാണ്. എന്തോ പഠിക്കുന്നുണ്ട് അത്ര. എന്തെങ്കിലും പഠിക്കാൻ ഇറങ്ങിയാൽ 30, 40 അതിന് മുകളിലൊക്കെ വയസ്സായാലും കുട്ടികളാണ്. കേട്ടാ തോന്നുന്നു നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇതൊക്കെ പ്രായപൂർത്തിയായ ആളുകളാണ്, തക്ലീഫ് ബാധകമായ ആളുകളാണ്. ഇന്ന് മരിച്ചാൽ ഖബറിൽ ചോദ്യം നേരിടേണ്ടി വരുന്ന, അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ അമലുകൾക്ക് ഉത്തരവാദിയായ പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയാണുമാണ് ഇതൊക്കെ. അതിന് കുട്ടി, ആൺകുട്ടി എന്നൊക്കെ ആര് പേരിട്ടാലും അത് മതനിയമങ്ങൾ ബാധകമാകാത്ത കുട്ടികളുടെ ദർജയിലേക്ക് അവർ കാണുവരികയില്ല. എന്താണ് ഈ രൂപത്തിലുള്ള ഇടങ്ങളിലെ സ്ഥിതി? എന്താണ് ഇതൊക്കെ? പരസ്യമായ ആളുകൾ കാണുന്നിടത്ത് ചെയ്യുന്നതാണ്. അപ്പൊ കാണാത്തിടത്ത് എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. സ്കൂളുകളിൽ, കോളേജുകളിൽ എന്താണ് ചെയ്യുന്നത്? പരസ്പരം സ്പർശിക്കാനും അല്ല അതിനും അപ്പുറവും ചെയ്യാനും യാതൊരു മടിയുമില്ലാത്ത, ലജ്ജയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അധപ്പതിച്ചിരിക്കുന്നു. ഇവർക്ക് രക്ഷിതാക്കളുള്ള, ആണുങ്ങളുള്ള വീട്ടിൽ നിന്നല്ലേ ഇവർക്ക് വരുന്നത്? ഇത് ആളുകൾ അറിയുന്നില്ലേ? റോഡിൽ പരസ്യമായി ഇത് ചെയ്യാൻ അവർക്കുള്ള ധൈര്യം എന്താണ്? അല്ലെ, പരസ്യമായി ആളുകളൊക്കെ കാണുന്ന വഴിയോരങ്ങളിൽ, പാർക്കുകളിൽ ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. പോകുന്നവരും വരുന്നവരുമായ ആളുകളിൽ തങ്ങളെ പരിചയമുള്ളവരും അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടുകാരെ പരിചയമുള്ളവരും തങ്ങളുടെ ബന്ധുക്കളായ ആളുകളും ഒക്കെ ഉണ്ടാവുകയില്ല. എന്നൊരു ലജ്ജയോ പേടിയോ എന്താണ് ഈ കുട്ടികൾക്കില്ലാത്തത്, ഈ ആളുകൾക്കില്ലാത്തത്? സുബ്ഹാനല്ലാഹ്. അവരവരുടെ വീടുകളിൽ അവരുടെ രക്ഷിതാക്കൾ
അത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാൻ അവരെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, കേവലം പൈസ കൊടുത്ത് എന്തിനും വിട്ടയക്കാതെ അവരെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഇതിന് ധൈര്യം ഉണ്ടാകുമായിരുന്നു. എങ്ങനെ അവർക്ക് ധൈര്യമുണ്ടാകും? പേടി കാണുകയില്ല. ഒരു പേടിയുമില്ലാത്ത രൂപത്തിലാണ് പെരുമാറുന്നത്. ആരെങ്കിലും അവരോട് അക്കാര്യം ഉപദേശിക്കാനോ ചോദിക്കാനോ ചെന്നാൽ പുതിയ നൂറ്റാണ്ടിൽ അവരാണ് കുറ്റക്കാർ. ആരും പറയുന്നു മിണ്ടരുത്, അതവരുടെ സ്വാതന്ത്ര്യമാണ്. നീ അത് പറയാൻ നിന്നാൽ നീ സദാചാര പോലീസിൽ അകപ്പെട്ടു പോകും. നിനക്കെതിരാണ് കേസ് വരിക, നിനക്കെതിരാണ് പത്രങ്ങളും ചാനലുകളും ഒക്കെ ഇറങ്ങുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്മ കൽപ്പിക്കൽ തിന്മയായി മാറി, തിന്മ വിലക്കൽ തിന്മയായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മൂല്യങ്ങൾ നേരെ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുൽ മുസ്തആൻ വ ഇലല്ലാഹിൽ മുസ്തഖ. ഇത് സഹോദരങ്ങളെ, അല്ലാഹു ഇതിന്റെ ആളുകളെ, ഇതിന് ഉത്തരവാദികളായ ആളുകളെ വെറുതെ വിടുമെന്ന് ആരും വിചാരിക്കരുത്. നീയല്ലേ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ ആണിനും പെണ്ണിനും തിന്നാൻ കൊടുക്കുന്ന നിന്റെ ചെലവിലല്ലേ? അവനും അവളും വിട്ട യൂണിഫോമും ഉടുപ്പും തട്ടവും പാന്റും ഷർട്ടും ഒക്കെ നിന്റെ ചെലവിൽ വാങ്ങിയതാ, നീ കൊടുത്ത പൈസക്ക് വാങ്ങിയതാ. നിന്റെ വീട്ടിൽ നിന്ന് തിന്നിട്ടാണ് ഇറങ്ങിപ്പോയത്, നീയാണ് ഫീസ് അടക്കുന്നത്. എന്നിട്ട് ഇതിൽ നിനക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നും അള്ളാഹു നിന്നോട് ചോദിക്കുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്, കീഴിൽ പ്രജകളുള്ളവരാണ്. ഓരോരുത്തരും അവരുടെ കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. മക്കളുടെ രക്ഷിതാക്കളോട്, ഉപ്പയോട്, ഉമ്മയോട് അള്ളാഹു ചോദിക്കും. അവർക്ക് മേൽ അധികാരമുള്ള, അവർക്ക് ചെലവിന് നൽകുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കും. തിന്നാൻ മാത്രം കൊടുത്താൽ പോരാ, നീ ഫീസ് അടച്ചാൽ മാത്രം പോരാ, നീ അവരെ ശ്രദ്ധിക്കണം, അവർക്ക് ദീൻ കൊടുക്കണം. അതാണ് ഏറ്റവും വലുത്. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അവരെ പഠിപ്പിക്കണം. പാടില്ലാത്തത് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നിനക്ക് കീഴിലുള്ളവരെ അള്ളാഹുവിന്റെ ദീൻ അവർ പാലിച്ചില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് അനുസരിപ്പിക്കാൻ നിനക്ക് അവകാശമുണ്ട്, അല്ല ബാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ മര്യാദ ഇന്ന് പാലിക്കപ്പെടാത്ത പഴഞ്ചൻ രീതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇത് നിർബന്ധമായ കാര്യമാണ്, പാലിക്കൽ നിർബന്ധമായ, ലംഘിക്കൽ ഹറാമായ കാര്യമാണ്. അന്യ സ്ത്രീകൾ അവരെ ഒരു പുരുഷൻ സ്പർശിച്ചുകൂടാ, അന്യ പുരുഷനെ ഒരു സ്ത്രീ സ്പർശിച്ചുകൂടാ. അതാണ് ഇസ്ലാമിലെ നിയമം. അതാണ് ഇസ്ലാമിലെ നിയമം. ഇസ്ലാമിന്റെ നിയമം അതാണ്. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയോട് യോജിക്കുന്ന നിയമം അതാണ്. ആ ശുദ്ധ പ്രകൃതി തലതിരിഞ്ഞു പോയവനല്ലാതെ അവനവന്റെ പെൺമക്കളെയും പെങ്ങളെയും ഭാര്യയും ഒക്കെ മറ്റുള്ള പുരുഷന്മാർ തൊട്ടുരുമ്പോഴും അവരെ പിടിക്കുമ്പോഴും ഒന്നും തോന്നാതിരിക്കുകയില്ല. അതാർക്കാണ് അങ്ങനെ ഒന്നും തോന്നാതിരിക്കുക? അവന്റെ ഫിത്രത്ത്, അവന്റെ അള്ളാഹു നിശ്ചയിച്ച ശുദ്ധ പ്രകൃതി അത് തലതിരിഞ്ഞു പോയിരിക്കുന്നു. അവന്റെ ഗൈറത്ത്, ധാർമ്മിക രോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ അധപ്പതിച്ചു പോയിരിക്കുന്നു. അങ്ങനെ ആയിക്കൂടെ സഹോദരങ്ങൾ. നമ്മൾ ഗൈറത്തുള്ള ആളുകളാകണം, ധാർമ്മിക രോഷം ഉണ്ടാകണം. അതൊരു മനുഷ്യനുണ്ടാകേണ്ട അടയാളമാണ്, അതൊരു മനുഷ്യനുണ്ടായിരിക്കേണ്ട അടയാളമാണ്. അല്ലാത്തവരെങ്ങനെയാണ് ആദമിന്റെ മക്കളിൽ കൂട്ടാൻ നമുക്ക് സാധിക്കുക? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു പെണ്ണിനെ പോലും സ്പർശിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ഹുദൈബിയ സന്ധിക്ക് ശേഷം ആ സന്ധിയും കരാറും യഥാർത്ഥ രൂപത്തിൽ പാലിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹുദൈബിയയിൽ മുസ്ലിമീങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കിയ ഒരു കരാറായിരുന്നു, അതിലൊരു വ്യവസ്ഥയായിരുന്നു. അപ്പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് മുസ്ലിമായി വന്നാൽ തിരിച്ചയക്കണം, എന്നാൽ അങ്ങോട്ടാരെങ്കിലും പോയാൽ അവരെ കുഫാറുകൾക്ക് സ്വീകരിക്കുകയും ചെയ്യാം എന്ന വ്യവസ്ഥ. എന്നാൽ ആദ്യത്തെ തോട്ടത്തിൽ ആർക്കും പ്രയാസകരമായി തോന്നുന്ന ഈ വ്യവസ്ഥ തന്നെ മുശ്രിക്കുകൾക്ക് വലിയ പ്രയാസമായി തീർന്ന, അവർ തന്നെ അത് മാറ്റണമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട സാഹചര്യമാണ് പിന്നീടുണ്ടായത്. അതെങ്ങനെയാണ്? അത് ഒരു കഥയാണ്. അബൂ ബസീർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബിയുടെ ഒരു കഥയാണ് അതിന്റെ പിന്നിലുള്ള സംഭവം. ആരാണ് അബൂ ബസീർ റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ പേര് ഉത്ബത്ത് ഇബ്നു
അസീദ് എന്നായിരുന്നു. അബൂ ബസീർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം മക്കയിൽ മുശ്രിക്കുകൾക്കിടയിൽ മുസ്ലിമായ ആളുകളിൽ ഒരാളാണ്. മുശ്രിക്കുകൾ അദ്ദേഹത്തെ അബൂജന്തലിനെ പോലെ തടവിൽ വെക്കുകയും എന്നിട്ട് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാം ചെയ്തു. എന്നാൽ അബൂ ബസീർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുകയുണ്ടായി. എന്നിട്ട് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ അൽ അഖ്നസ് ഇബ്നു ശുറൈഖ് എന്നു പേരുള്ള ബനു സുഹറ ഗോത്രത്തിന്റെ നേതാവായ മുശ്രിക്കുകളിലെ പ്രധാനപ്പെട്ട ഒരാൾ. അദ്ദേഹമാണ് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ബദറിൽ ബനു സുഹറ ഗോത്രക്കാരെ കൊണ്ട് പിന്തിരിഞ്ഞു പോയത്. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്തെഴുതുകയുണ്ടായി. ഈ അബൂ ബസീറിനെ തിരിച്ചയക്കണം. കാരണം ഈ ഗോത്രവുമായാണ് അദ്ദേഹത്തിന് വല ഉണ്ടായിരുന്നത്, ബന്ധവും കരാറുമൊക്കെ ഉണ്ടായിരുന്നത്. അബൂ ബസീറിനെ തിരിച്ചയക്കണം എന്ന് പറഞ്ഞു. രണ്ടാളുകളെ അഖ്നസ് മദീനയിലേക്ക് പറഞ്ഞയച്ചു. രണ്ടാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അഖ്നസിന്റെ കത്തുമായി, അഖ്നസിന്റെ സന്ദേശവുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? കരാറിൽ പറഞ്ഞതുപോലെ അബൂ ബസീറിനെ ഈ വന്ന രണ്ടാളുകളുടെ കൂടെ പറഞ്ഞയച്ചു, മക്കയിലേക്ക് തിരിച്ചയച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? പോകുന്ന വഴിയിൽ തിരിച്ചു പോകുമ്പോൾ ദുൽഹുലൈഫയിൽ എത്തിയപ്പോൾ ഇവർ മൂന്നാളുകളും അവിടെ ഇറങ്ങി കാരക്ക കഴിച്ചുകൊണ്ടിരിക്കെ അബൂ ബസീർ റളിയല്ലാഹു അൻഹു ഈ വന്ന രണ്ടുപേരിൽ ഒരാളോട് പറഞ്ഞു, നിന്റെ വാള് കൊള്ളാലോ, നല്ല വാളാണല്ലോ. അപ്പൊ മറ്റേ ആൾ, രണ്ടാമത്തെ ആള് പറഞ്ഞു, വല്ലാഹ് പറഞ്ഞു ശരിയാണ്, നല്ല വാളാ, ഞാനത് എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയോ എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ബസീർ പറഞ്ഞു, ഒന്നൊന്ന് നോക്കട്ടെ, കൈ തരും. ഇദ്ദേഹം അബൂ ബസീർ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് വാൾ വെച്ചു കൊടുത്തു. അബൂ ബസീർ റളിയല്ലാഹു അൻഹു നൊടിയിടയിൽ ഇതിൽ ഒരാളെ കൊലപ്പെടുത്തി, വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. രണ്ടാമത്തെ ആൾ, ഈ ഒരാൾ യജമാനും രണ്ടാമത്തെ ആൾ അടിമയുമായിരുന്നു. രണ്ടാമത്തെ ആൾ അതോടെ പേടിച്ച് അതിവേഗം ഓടി മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. അയാൾ ഓടി, അയാളുടെ വേഗം കൊണ്ട് അയാളുടെ കാൽ പതിക്കുന്ന കല്ലുകളിൽ ഞരക്കം കേൾക്കാമായിരുന്നു. എന്നാൽ അത്രയും വേഗത്തിൽ ജീവനും കൊണ്ട് പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓടിപ്പോവുകയാണ്. ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ എത്തിയപ്പോൾ അയാളുടെ വരവ് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് റഅ ഹാദാ ദുഅറ. ബുഖാരിയുടെ സഹീഹ് വന്നിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് റഅ ഹാദാ ദുഅറ, അയാളെന്തോ പേടിച്ചിട്ടാണ് ഈ വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വന്നിട്ട് അയാൾ പറഞ്ഞു, ഇദാ ഖുതില സാഹിബി, എന്റെ സാഹിബ് കൊല്ലപ്പെട്ടിരിക്കുന്നു, ഞാനും കൊല്ലപ്പെടാൻ പോവുകയാണ്, എന്നെയും കൊല്ലാൻ ആൾ വരികയാണ് എന്ന് പറഞ്ഞു. പിന്നിൽ നോക്കുമ്പോൾ അബൂ ബസീർ റളിയല്ലാഹു അൻഹു വരികയാണ്. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി അബൂ ബസീർ പറയുകയാണ്, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഖദ് വല്ലാഹി ഔഫല്ലാഹു ദിമ്മതക്, നിങ്ങളുടെ കരാർ അല്ലാഹു പാലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു ഇടപാടും നബി അങ്ങേക്കില്ല, ഞാൻ ചെയ്തതാണ്, നിങ്ങൾ എന്നെ അവരുടെ കൂടെ തിരിച്ചയച്ചിട്ടുണ്ട്. ഖദ് റദത്തനി ഇലൈഹി, താങ്കൾ നബിയെ എന്നെ അവരുടെ കൂടെ അയച്ചു. സുമ്മ അൻജാനില്ലാഹു മിൻഹു, അല്ലാഹു എന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് അബൂ ബസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ബസീറിനെ നോക്കി പറയുകയുണ്ടായി, വൈലു ഉമ്മിഹി മിസ്അറ ഹർബിൻ ലൗ കാന ലഹു അഹദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലു ഉമ്മിഹി മിസ്അറ ഹർബിൻ ലൗ കാന ലഹു അഹദ്. വൈലു ഉമ്മിഹി എന്നത് അറബികൾ നടത്തുന്ന ഒരു പ്രയോഗമാണ്. ആ പ്രയോഗത്തിന്റെ പ്രത്യേകത, അത് നേർക്കുനേരെ കേട്ടാൽ ആക്ഷേപത്തിന്റെ ധ്വനി അതിലുണ്ട്, ആളെ കുറ്റപ്പെടുത്തുന്ന ധ്വനി അതിലുണ്ട്, എന്നാൽ അത് പ്രശംസയാണ് എന്നാണ്. വൈലുൽ ഉമ്മിഹി മിസ്അറ ഹർബിൻ,
യുദ്ധത്തിന് തീ കൊടുത്തയാൾ, യുദ്ധത്തിന് തീയിട്ടയാൾ. ലൗകാന ലഹു അഹദ്, എന്നാൽ ഇവന് സഹായിക്കാൻ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ടപ്പോൾ അബൂ ബസീറിന് മനസ്സിലായി, ഇവിടെ നിന്നാൽ നബി മുശ്രിക്കുകളെ തന്നെ എന്നെ ഏൽപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ പാലിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിൽ വീഴ്ച വരുത്തുകയില്ല. ഇവിടെ നിന്നാൽ നബി എന്നെ അവരെ ഏൽപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കേട്ടപ്പോൾ അബൂ ബസീറിന് മനസ്സിലായി. അബൂ ബസീർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പോവുകയാണ്. അവിടുന്ന് രക്ഷപ്പെട്ട് എന്നിട്ട് കടൽ തീരത്ത് അബൂ ബസീർ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് തമ്പടിക്കുക. അങ്ങനെ അവിടെ തമ്പടിച്ച് അബൂ ബസീർ റളിയല്ലാഹു അൻഹു അവിടെ കഴിയവേ മദീനയിൽ മക്കയിൽ സുഹൈൽ ഇബ്നു അംറിന്റെ മകൻ നേരത്തെ ഹുദൈബിയയിൽ ചങ്ങലകളിൽ ബന്ധിതനായി വന്ന് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായ ആ സംഭവത്തിലെ വ്യക്തി ആരാണ്? അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അദ്ദേഹം മക്കയിൽ നിന്ന് മുശ്രിക്കുകളുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടേക്കാണ് വരുന്നത്? അബൂ ബസീറിന്റെ അരികിലേക്ക് വരിക. അബൂ ബസീർ തമ്പടിച്ച ആ കടൽ തീരത്തേക്ക് വരികയാണ്. അവിടെ രണ്ടുപേരും അവിടെ താവളമാക്കി. അതിനുശേഷം പിന്നീട് മക്കയിൽ നിന്ന് ആരെല്ലാം മുസ്ലിം ആയിട്ടുണ്ടോ അവരെല്ലാം എന്ത് ചെയ്യും? രക്ഷപ്പെട്ടോടി അബൂ ബസീറിന്റെയും കൂട്ടരും കൂടെ അവിടെ ആ കടൽ തീരത്ത് തമ്പടിക്കും. അങ്ങനെ എന്തുണ്ടായി? ഈ ആളുകൾ അവിടെ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്, മറിച്ച് മുശ്രിക്കുകളുടെ ഏതേത് സംഘം ഷാമിലേക്ക് പോകുന്ന യാത്രാ സംഘം വരുന്നുണ്ടോ ഇവരവരെ ആക്രമിക്കും, എന്നിട്ട് കൊലപ്പെടുത്തുകയും അവരുടെ സ്വത്ത് കൈക്കലാക്കുകയും ചെയ്യും. ഈ രൂപത്തിൽ മുശ്രിക്കുകൾക്ക് ഇവരെ കൊണ്ട് വലിയ തലവേദന ഉണ്ടായി, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായി. മക്ക മുശ്രിക്കുകൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സന്ദേശവുമായി വരികയാണ്. എന്ത്? ഈ ഷർത്തൊന്ന് ഒഴിവാക്കി തരണം, നിങ്ങൾ നേരത്തെ പറഞ്ഞ നിബന്ധന ഒഴിവാക്കി തരണം, മറിച്ച് ഇനി മക്കയിൽ നിന്ന് ആര് വന്നാലും സ്വീകരിക്കും, കൂടാതെ അബൂ ബസറിനെയും കൂട്ടരെയും കൂടി സ്വീകരിക്കും. അവരും എന്ത് ചെയ്യരുത്, ഇനി അവിടെ നിർത്തിക്കാൻ പാടില്ല എന്ന് മുശ്രിക്കുകൾ പറയുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയും ചെയ്യും. الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وفرض الحج بخلف فاسمعه وكان فتح خيبر في السابعة. ഹുദൈബിയയുടെ ഒടുക്കം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. അതിനുശേഷമുള്ള വലിയ വിജയങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്തു. ഇതിനുശേഷമുണ്ടായ സുപ്രധാനമായ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ ഈ കവിതയിലെ വരിയിൽ നിങ്ങൾ കേട്ടത്. വഫുരിദൽ ഹജ്ജു, ഹജ്ജ് നിയമമാക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് നിയമമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. ബിഖുൽഫിൻ ഫസ്മഅ. ബിഖുൽഫിൻ എന്നാൽ അതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫസ്മഅ വകാന ഫത്ഹു ഖൈബറിൻ ഫി السابعة. അതുപോലെ ഹിജ്റ 7ാമത്തെ വർഷം ഖൈബർ വിജയവും ഉണ്ടായി. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഹജ്ജ് നിർബന്ധമായ ആയത്ത്, രണ്ട് ഖൈബർ യുദ്ധം. ഹജ്ജ് നിർബന്ധമായത് എപ്പോഴാണ് എന്നത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഹുദൈബിയയ്ക്ക് ശേഷം അഥവാ ഹിജ്റ 6ാമത്തെ വർഷം ഒടുവിൽ ആണ് ഹജ്ജ്. ഹുദൈബിയയുടെ സമയത്ത് ആണ് ഹജ്ജ് നിർബന്ധമായത്. ഹുദൈബിയയുടെ സമയത്ത്, ഹുദൈബിയയുടെ ശേഷമല്ല, ഹുദൈബിയയുടെ സമയത്താണ് ഹജ്ജ് നിർബന്ധമായത് എന്നതാണ് ഒരഭിപ്രായം. ഹജ്ജ് നിർബന്ധമായ ആയത്തിറങ്ങിയത്. അതിനവർ പറയുന്നത് സൂറത്തുൽ ബഖറയിലെ അത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്ന ആയത്ത് ആണ് ഹജ്ജ് നിർബന്ധമാക്കിയ ആയത്ത് എന്നാണ്. ആ ആയത്ത് ഹുദൈബിയയുടെ സമയത്താണ് ഇറങ്ങിയത്, സംശയമില്ല. പക്ഷേ പണ്ഡിതന്മാരിൽ അവർക്കിടയിലുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഭിപ്രായം ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത് ഈ സമയത്തായിരുന്നില്ല, മറിച്ച് അത് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനോട് അടുപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനോട് അടുപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ അവസാനം ആണ് ഹജ്ജ് നിർവഹിച്ചത്.
ദുൽഹിജ്ജ കഴിഞ്ഞ് പിന്നീട് ഏതാനും മാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളൂ. ഹിജ്റ 10-ാം വർഷത്തെ ഹജ്ജ് കഴിഞ്ഞ് മുഹറം, സഫർ, റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതിന് തൊട്ടു മുമ്പാണ് ഹജ്ജ് നിർബന്ധമായ ആയത്ത് ഇറങ്ങിയത്. അവർ പറഞ്ഞു, ആ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഹജ്ജ് നിർബന്ധമായ ആയത്ത് വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്ന സൂറത്തു അൽ ബഖറയിലെ ആയത്തല്ല, മറിച്ച് ഏതായത്താണ്? വലില്ലാഹി അലൻ നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന സൂറത്തു ആല ഇംറാനിലെ ആയത്താണ്. വല്ലാഹു അലം, അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. വല്ലാഹു അലം. വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്ന ആയത്തിൽ, ഹുദൈബിയയിൽ വെച്ചിറങ്ങിയ സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ ഹജ്ജ് ചെയ്യണമെന്ന കൽപ്പനയില്ല, മറിച്ച് വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഹജ്ജോ ഉംറയോ നിങ്ങൾ ആ കർമ്മത്തിൽ പ്രവേശിച്ചാൽ അത് പൂർത്തിയാക്കണമെന്ന കൽപ്പനയാണ് ഉള്ളത്. അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക, രണ്ടും രണ്ടാണ്. എന്തുകൊണ്ടാണ്? കാരണം ഒരു അമൽ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. അത് സുന്നത്തായ അമലാണെങ്കിലും. ഒരാൾ സുന്നത്ത് നിസ്കരിക്കുക, സുന്നത്തായ നിസ്കാരമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് ഫാത്തിഹ ഒഴിവാക്കാൻ പറ്റുമോ? പാടുണ്ടോ? ഒരു റുക്കൂ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ആ നിസ്കാരം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കുക നിർബന്ധമാണ്. ഒരാൾ സുന്നത്തായ ഹജ്ജ് ചെയ്യുകയാണ്, ആദ്യത്തെ ഹജ്ജ് നിർവഹിച്ച് അടുത്ത ഹജ്ജ് ചെയ്യുകയാണ്, ഒരാൾക്ക് അത് പകുതിക്ക് വെച്ച് നിർത്തി വരാൻ പറ്റുമോ? ഇല്ല. സുന്നത്തായ ഉംറ ചെയ്യുകയാണ്, ഉംറയും ഹജ്ജ് പോലെ വാജിബാണ് എന്നാണ്. എന്നാൽ അതിനുശേഷമുള്ള ഉംറകൾ സുന്നത്താണ് എന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് തവാഫ് ചെയ്ത ശേഷം ബാക്കിയുള്ളത് ചെയ്യാതെ തിരിച്ചു വരാൻ പാടുണ്ടോ? പാടില്ല. ചെയ്താൽ പൂർത്തിയാക്കണം. നിർബന്ധമായ കർമ്മം അതിൽ ആർക്കും സംശയം ഉണ്ടാകാനിടയില്ല. എന്നാൽ സുന്നത്തായ അമലുകളും അത് തുടങ്ങിയോ പൂർത്തിയാക്കൽ നിർബന്ധമാണ്. നോമ്പിൽ ഇതിനിളവുണ്ട്. നോമ്പിൽ, സുന്നത്തായ നോമ്പിൽ ഇതിന് ഇളവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഒരാൾ സുന്നത്തായ നോമ്പ് ആരംഭിച്ചാൽ അതിന്റെ മാലിക് അയാളാണ്. വേണമെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ആ നോമ്പ് ഇടക്ക് വെച്ച് മുറിക്കാം, തെറ്റില്ല. നോമ്പ് ഇടക്ക് വെച്ച് മുറിക്കാൻ അനുവാദമുണ്ട്. ഏത് നോമ്പ്? സുന്നത്തായ നോമ്പ്. എന്നാൽ ബാക്കിയുള്ള അമലുകൾ അങ്ങനെയല്ല, നിസ്കാരം അങ്ങനെയല്ല. സുന്നത്തായ നിസ്കാരമായിക്കോട്ടെ, അത് തുടങ്ങിയാൽ എന്ത് ചെയ്യണം? പൂർത്തിയാക്കി. അത് തുടങ്ങിയാൽ പൂർത്തിയാക്കി. സുന്നത്തായ നിസ്കാരങ്ങൾ പൊതുവെ ഈ രണ്ട് റക്അത്തുകളാണ്. അത് തുടങ്ങിയാൽ പൂർത്തിയാക്കുക എന്നത് ഒരാൾക്ക് എളുപ്പമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യമുള്ള പ്രയാസകരമായ ഒരു കാര്യം വന്നാൽ ഒഴികെ. സഹാബിമാരിൽ ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, അദ്ദേഹത്തിന്റെ വാഹനമൃഗം അത് പോയി പോവുകയുണ്ടായി. അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി, നിസ്കാരം പൂർത്തിയാക്കാതെ ഒഴിവായി, അതിനെ പിടിച്ചുകൊണ്ടുപോയി. കാരണം ഒരാളുടെ വാഹനം അത് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഒരാൾക്ക് അവനവന്റെ വാഹനം ഒരു കള്ളം കട്ടുകൊണ്ട് പോകുന്നത് കണ്ടുകൊണ്ട് ഖുശൂഅോടെ നിസ്കരിക്കാൻ കഴിയും? അവന്റെ ചിന്ത മുഴുവൻ അതിലായിരിക്കും, അല്ലേ? ആ സഹാബി തന്റെ വാഹനം പോകുന്നത് കണ്ടപ്പോൾ നിസ്കാരം ഒഴിവാക്കി ആ വാഹനത്തെ പിടിക്കുകയുണ്ടായി. അതുപോലെ അത്യാവശ്യം വന്നാൽ ഒഴികെ ഒരാൾ സുന്നത്തായ അമലാകട്ടെ അത് ഒഴിവാക്കി പോവുക പാടില്ല, അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ കൽപ്പന മാത്രമാണ് ഹിജ്റ 6-ാമത്തെ വർഷം ഇറങ്ങിയ വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്ന ആയത്തിലുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് തൊട്ട് മുമ്പാണ്, അതുമായി വല്ലാതെ കാലവ്യത്യാസമില്ലാതെയാണ് സൂറത്തു ആല ഇംറാനിലെ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചത്. ഏതായത്ത്? വലില്ലാഹി അലൻ നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഒരു കാര്യം നിർബന്ധമാണെന്ന് പറയാനുള്ള ഏറ്റവും ശക്തമായ ശൈലികളിൽ ഒന്നാണ് ആ ആയത്തിൽ അല്ലാഹു പ്രയോഗിച്ചത്. നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്നോ ഹജ്ജ് നിങ്ങൾ എനിക്ക് വേണ്ടി നിർവഹിക്കണം എന്നോ ഒന്നുമല്ല, മറിച്ച് വലില്ലാഹി അലൻ നാസി ഹജ്ജുൽ ബൈത്ത്, മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാകും, അള്ളാഹുവിന്റെ അവകാശമാകും എന്ത്? അവന്റെ ബൈത്തിലേക്ക് അവർ ഹജ്ജ് ചെയ്യുക എന്നത്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അതിന് സാധിക്കുന്നവർക്ക്. ഏറ്റവും ശക്തമായ ഉജൂബിന്റെ ശൈലിയാണ് അള്ളാഹു ആയത്തിൽ ഉപയോഗിച്ചത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ പറയുകയുണ്ടായി. അപ്പൊ നോക്കൂ നിങ്ങൾ,
ഹജ്ജിൻ അവതരിച്ച കാര്യത്തിൽ ഒരു ഖുൽഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഇവിടെ ഈ കവിതയിൽ പറഞ്ഞതുകൊണ്ടാണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സുപ്രധാനമായ വിഷയം അത് ഖൈബർ യുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലെ യുദ്ധങ്ങളിൽ എണ്ണം പറഞ്ഞതിൽ ഒന്നാണ് ഖൈബർ. ബദർ, ഉഹദ്, ഖന്ദഖ്, അഹ്സാബ് പോലെ എണ്ണി പറയുന്ന ചെറിയ യുദ്ധങ്ങളുടെ കൂട്ടത്തിലല്ലാതെ പ്രത്യേകം എണ്ണി പറയുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഖൈബർ, യഹൂദികളുമായി ഉണ്ടായ ഖൈബർ യുദ്ധവും ഖൈബറിലെ മുസ്ലിമീങ്ങളുടെ വിജയവും. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ആഴ്ച അതേക്കുറിച്ച് സംസാരിക്കാം. അല്ലാഹു മുവഫിഖ്. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.